ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് പപ്പായ അഥവാ ഓമയ്ക്ക കൊണ്ട് ഒരു ഒഴിച്ചുകറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 1/4 കപ്പ് പരിപ്പ് കഴുകി വൃത്തിയാക്കി കുക്കറിലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കൊന്ന് വേവാൻ വെക്കാം. ആ സമയത്തേക്ക് നമുക്ക് ഓമയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. കുറച്ച് ചുവന്നുള്ളി ഞാനിവിടെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പരിപ്പൊന്ന് വെന്ത് കഴിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഓമയ്ക്കായും ആഡ് ചെയ്ത് നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ആഡ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് വേവിക്കാൻ വെക്കാം. ആ സമയത്ത് നമുക്കതിനേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനായി ഞാൻ കുറച്ച് തേങ്ങ, 2 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, കാന്താരി മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചമുളക് ആദ്യം ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഓമയ്ക്കായും പരിപ്പൊടി ഇവിടെ വെന്ത് വന്നിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് അത് തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അരപ്പ് ചേർക്കുന്നതിന് മുമ്പ് വേണം ഒന്ന് ഉടച്ചെടുക്കാൻ. അതിന് മുമ്പ് അത് കഴിഞ്ഞ് ഉടച്ചാൽ അത് ശരിക്കും ഉടയത്തില്ല. ഉടച്ച് വെച്ചതിന് ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമ്മൾ യോജിപ്പിച്ചെടുക്കണം. കാരണം പരിപ്പ് ഇട്ടിട്ടുള്ളത് കൊണ്ട് ഒന്ന് ആറി കഴിയുമ്പോൾ ഇത് ഓൾറെഡി ഒന്ന് കുറുകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇപ്പോൾ നമ്മൾ ഇച്ചിരി നീട്ടിയെടുക്കുന്നതാണ് നല്ലത്. ഇനി നമുക്കിത് താളിക്കാൻ ആവശ്യമായ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് വറ്റൽമുളക് കൂടെ ആഡ് ചെയ്ത് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. താളിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയാവും. ഈ രീതിയിൽ ഓമയ്ക്ക കറി ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായ ഒരു കറിയാണിത്. ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. ബൈ.